ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് വീണ്ടും വീഡിയോസ് ചെയ്യുന്നത്. എന്താ പറയുക, നമുക്ക് ഒരു തീവ്രമായ ഒരാഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം എത്ര തന്നെ ദൂരെയാണെങ്കിലും നമുക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഒന്നും, അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന ഒന്നും, അല്ലെങ്കിൽ നീ അത് ചെയ്യേണ്ട, നിന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് പറയുന്ന ഒന്നിനെ കൊണ്ടും നമ്മളെ മാറ്റി നിർത്താനായിട്ടോ അതിലെത്തിച്ചേരാൻ പറ്റാതിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനോ പറ്റത്തില്ല. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ചെറിയൊരു യാത്രയിലാണ്. ആ യാത്ര ഏകദേശം ഒരു എന്താ പറയുക, പകുതിയോളം നമ്മൾ എത്തി. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടെയുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അന്നേരം ആ ലക്ഷ്യത്തിൽ എത്തിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ പിന്നീട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വ്യൂസ് കുറയുന്നു, സബ്സ്ക്രൈബേഴ്സ് കുറയുന്നു, കുറേ പ്രോബ്ലംസ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കുറേ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വീഡിയോസും ചെയ്യാം, പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ അതും സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുമ്പോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. പക്ഷെ ഒരുപാട് പരാജയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് പോലും തരണം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മൾ വീണു പോവും. നമ്മൾ ചിന്തിക്കും, എന്നെ കൊണ്ട് പറ്റത്തില്ല, അവിടെ കൊണ്ട് തീർന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനല്ല. ഒരിക്കലും പരാജയം എന്ന് പറയുന്നത് വിജയത്തിന് മുന്നേ നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതൽ മനഃശക്തിയും ധൈര്യവും എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ പ്രോത്സാഹനം ആയിട്ട് വേണം അത് കാണാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ ഒരിക്കലും അതിനെ കാണരുത്. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ വീണ്ടും ശക്തരായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ശക്തി കൈവരിക്കണം. ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലേ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റൂ എന്ന് നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം, മനസ്സിനെ ഉറപ്പിക്കണം. അപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള വ്യക്തികൾ പറയാം, നിനക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ടൊന്നും അത് പറ്റത്തില്ല, നിനക്കതിനുള്ള യോഗ്യതയില്ല, നിന്നെക്കൊണ്ട് സാധിക്കില്ല, നിനക്കതിനുള്ള കഴിവില്ല എന്ന് പറയുന്ന നെഗറ്റീവ് ചിന്തകളോടൊക്കെ ടാറ്റാ ബൈ പറയുക. നമ്മുടെ കയ്യിലുള്ള മൂലധനം എന്താണ്? അത് നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ ദൃഢനിശ്ചയമാണ്. അത് നമുക്ക് ആർക്കും എന്താ പറയുക, കടം കൊടുക്കാനും പറ്റത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. ആ കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസായിട്ടേ വരത്തുള്ളൂ. പക്ഷേ കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ പോലും ഞാനിപ്പം ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഫ്രണ്ട്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും എന്നെ ഉൾപ്പെടുത്തണം എന്നീ എന്താ പറയുക, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്താൻ സാധിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം. താങ്ക്